സീനിയർ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് ആണ് എന്നോട് ഇങ്ങനെ ചെയ്തത്. കാരണം ഓഫീസിൽ ഇന്റേണൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. മേ ബി പ്രൊഫഷണൽ ഈഗോ ആകാം. ഇപ്പോൾ ഒരു ജൂനിയർ വന്നിട്ടുണ്ട്. സാറിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ജൂനിയറാണ്. അവർക്ക് വന്നപ്പോൾ എന്നോട് തോന്നിയ ഈഗോ ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വരെയും ഞങ്ങൾ തമ്മിൽ ഒരു വിഷയം അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിന്റെ ബേസിസിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് സാറിനെ വിളിച്ച് പറയുകയും അതിന്റെ ബേസിസിൽ എന്നെ ഓഫീസിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് സാറ് വിളിച്ചിട്ട് എന്നെ സോറി പറഞ്ഞു. എല്ലാവരുടെ മുന്നിൽ വെച്ച് സോറി പറയാം, കാല് പിടിച്ച് സോറി പറയാം, ഓഫീസിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് കാല് പിടിച്ച് സോറി പറയാം, എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കാം, അമ്മയോട് വിളിക്കാം, അത്രയും പറഞ്ഞ് എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ വരുന്നില്ല, ഓഫീസ് നിർത്തിയതാണ്. 2 ദിവസം ഞാൻ ഓഫീസിൽ വന്നിട്ടുമില്ല. അമ്മ പറഞ്ഞു, ഓക്കെ ചെല്ല്, ഇത്രയും നാളുണ്ടായിരുന്നില്ല, ഇത്രയും താഴ്ന്നില്ലേ, സീനിയർ അല്ലേ. ആ ഒരു ഇതിൽ ഞാൻ വീണ്ടും വന്നപ്പോൾ ഞാൻ സാറിനോട് ഇന്ന് പറഞ്ഞു, ഒന്നുകിൽ സാർ ആ ജൂനിയറിനോട് വാൺ ചെയ്യണം, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അല്ലെങ്കിൽ ഞാൻ വാൺ ചെയ്യാം. അപ്പോൾ സാർ വാൺ ചെയ്യില്ല എന്ന് പറഞ്ഞു. എനിക്ക് പറ്റത്തില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. കോടതി കഴിഞ്ഞ് വന്ന് എനിക്ക് സാറിനോട് സംസാരിക്കണം, ക്യാബിനിലും മാന്യമായിട്ട് ക്യാബിനിൽ പോയിട്ട് വേറെ ആരെയും ഉൾപ്പെടുത്താതെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാറിന് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ അല്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞ ഓഫീസിൽ നിന്ന് ഇറങ്ങി. എന്റെ കാര്യത്തിൽ ഈ ജൂനിയർ ഇടപെടണ്ട, എന്താന്ന് വെച്ചാൽ അത് സാറ് തീരുമാനിച്ചുള്ളൂ. നീ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാ എന്നെ വലിച്ച് തിരിച്ചിട്ട് അടിച്ചു. ഞാൻ നിലത്ത് വീണു. വീണ്ടും അടിച്ചു. രണ്ടോ മൂന്നോ തവണ അടി. പിന്നെ എനിക്ക് തല ഇറങ്ങി. പിന്നെ എനിക്ക് ഓർമ്മയില്ല. മറ്റു പെൺകുട്ടികളോടും ഇങ്ങനെ തന്നെയാണ് അവൾ പെരുമാറുന്നത്. വഴക്ക് പറയുന്നെന്ന് പറഞ്ഞാൽ ഫയൽസ് ഒക്കെ മുഖത്ത് വലിച്ചെറിയ. ഒത്തിരി ജൂനിയേഴ്സ് ഓഫീസിൽ അവിടെ മഞ്ചൂർ കോടതിയിൽ ആരോട് ചോദിച്ചാലും അറിയാം, ആ ഓഫീസിൽ ആരും നിക്കത്തില്ല. ഈ സംഭവം ഉണ്ടായിട്ട് ഈ അഭിഭാഷകൻ ഓഫീസ് തുടരുന്നുണ്ടോ? പോലീസ് അദ്ദേഹത്തെ ഇല്ല, പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ അസോസിയേഷൻ ഓഫീസിൽ കയറിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന അസോസിയേഷന്റെ തീരുമാനം.